ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷായമ്മന് കാര്യങ്ങൾ മനസ്സിലാവാണ് കേട്ടോ. ശ്രുതിയുടെ അച്ഛനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ വരെയാണ്. പിന്നീട് ആ പേപ്പർ അതിൽ നിന്ന് ചീന്തിയെടുക്കാൻ ശ്യാമ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം അശ്വിൻ ഇങ്ങനെ യാത്രയാവാണ്. അപ്പോഴായിരിക്കും ശ്രുതിയുടെ ബോധം ഇങ്ങനെ ചെറുതായി വരുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതെന്താ ഭയങ്കര ഇരുട്ടാണല്ലോ, കറണ്ട് പോയോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി എണീക്കുന്നത് തന്നെ. താൻ കാറിലാണ് അകപ്പെട്ടത് എന്ന് ശ്രുതി മറന്നു പോയിരിക്കുന്നു. അങ്ങനെ ശ്രുതി പതുക്കെ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് തൻ്റെ തല ആ കാറിൻ്റെ ഡിക്കിൻ്റെ ഡോറിൽ വെച്ച് വീണ്ടും തട്ടണം കേട്ടോ. അതോടുകൂടി അയ്യോ എന്ന് പറയാണ്. പിന്നീട് ശ്രുതി ആലോചിക്കുകയാണ്, ഈശ്വര, ഞാൻ ആ പൊക്കവടയും ചായയും കുടിന്നു വെക്കാൻ വന്നപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു വിധി എനിക്ക് വന്നത്. ഇപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി അയ്യോ ഇനി എന്ത് ചെയ്യും, ലാവണ്യ ലാവണ്യ എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട് ഡോറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ നല്ല അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ അശ്വിനാണെങ്കിലോ യാത്രയിലാണ്. അശ്വിനാണെങ്കിലോ അങ്ങനെ ഇയർഫോൺ ചെവിയിൽ വെച്ചത് കൊണ്ട് തന്നെ ബാക്കിൽ നിന്നും ലാവണ്യ ലാവണ്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ശ്രുതി ലാവണ്യ ലാവണ്യ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അശ്വിൻ ഒന്നെങ്കിൽ വണ്ടിയുടെ ഓർണം അടിക്കും, അതല്ലെങ്കിൽ അശ്വിന് മൊബൈൽ വരും കേട്ടോ. അങ്ങനെ അശ്വിൻ ഈ ഒരു വിളി കേൾക്കുന്നില്ല. പിന്നീട് ഒരു ഫോൺ വന്ന് ആ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ലാവണ്യ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് എവിടുന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത് എന്ന് അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഈശ്വരോ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചിന്തിക്കുന്നുണ്ട്. അതോ ആ കടലമാട്ടായുടെ വണ്ടിയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്, ഇനി അയാൾ കണ്ട എന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി തനിയെ ഇരുന്ന് പറയാണ്. വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ അമ്മായി വന്നിരിക്കുകയാണ്. അങ്ങനെ അമ്മായി വന്നിട്ട് ഷ്യാമിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ, അല്ല ഞങ്ങൾ ഇന്നൊരു ജ്യോത്സ്യനെ കാണാൻ പോകുന്നുണ്ട്. അതെന്തിനാ അമ്മായി? ഒന്നുമില്ല, ഷ്യാമിൻ്റെയും കൂടി ജാതകം തായോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ ജാതകം എന്തിനാ അപ്പം അമ്മായിക്ക്? അല്ല ഈ വീട്ടിലല്ലേ നീ നിൽക്കുന്നത്, അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ജാതകം ഒന്ന് നോക്കിക്കാം എന്ന് കരുതി, നല്ല ജ്യോത്സ്യനാത്രേ എന്ന് പറയുമ്പോൾ ഷ്യാമിന് കാര്യങ്ങൾ പിടിയിട്ട് കേട്ടോ. പക്ഷേ അമ്മായി ആണെങ്കിലും മനസ്സിൽ കരുതുന്നത് പറയേണ്ടവനോട് പറഞ്ഞിട്ടില്ലോ, പിന്നെ ഇങ്ങനെ ഇവന് കാര്യം മനസ്സിലാവുക, എന്തായാലും അവിടെ ഇരിക്കട്ടെ, ആദ്യം ജാതകമൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറയണേ. ഈ സമയം ശ്യാമാണെങ്കിൽ വീണ്ടും ചോദിക്കണേ, അതെന്തിനാ അമ്മായി എൻ്റെ ജാതകം എന്തിനാ നോക്കിക്കേണ്ട ആവശ്യം? അതേ ഭൂതകാലവും കഴിഞ്ഞ കാലവും എല്ലാം മൊത്തത്തിൽ അങ്ങ് പറയുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ ശ്യാമ പറയാണ്, എനിക്ക് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് തീരെ അറിയണ്ട, ഉള്ളതുപോലെ ഇങ്ങനെ ജീവിച്ചു പോകണം, അല്ലാതെ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ് ഉള്ളത് ടെൻഷനായിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോൾ ശ്യാമ് അത് ശരിയാണെന്ന് ശ്യാമിനിങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ട് അമ്മായി പറയും, ആ ശ്യാമ അതൊക്കെ ശരി തന്നെ നീ പറയുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ആ ജ്യോത്സ്യനെ ഭയങ്കര വിശ്വാസമാണ്, പുതുതായി വരുന്ന ജ്യോത്സ്യനാണ്, അപ്പം അതുകൊണ്ട് നിൻ്റെ ജാതകം ഒന്ന് നോക്കിക്കട്ടെ, നീയും ഈ വീട്ടിലെ വേണ്ടപ്പെട്ട ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ജാതകം അങ്ങ് കൊണ്ടുവരാൻ പറയാൻ കേട്ടോ. ഇതേസമയം ശ്യാമിന് കാര്യങ്ങൾ പിടികിട്ടി, തൻ്റെ വിവാഹം ആലോചിക്കാനുള്ള ആ പരിപാടിയാണെന്ന്. എന്നാൽ ഈ സമയം ശ്രുതിയെ വീണ്ടും കാണിക്കുന്ന കടലമുട്ടായി എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ശ്രുതി വീണ്ടും ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടലമുട്ടായി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ അശ്വിനാണെങ്കിലോ ട്രാഫിക്കിൽപ്പെട്ട് ഇങ്ങനെ വണ്ടിയുടെ ഹോർൺ ഇങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വണ്ടിയുടെ ശബ്ദം അങ്ങ് ഓഫ് ചെയ്യുമ്പോൾ ഇടയിൽ നിന്ന് കടലമുട്ടായി എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ഇത് എന്താപ്പത് എന്നിങ്ങനെ അശ്വിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും അശ്വിൻ അത്ര കാര്യമാക്കുന്നില്ല. അത് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ആയിരിക്കും എന്ന് കരുതി അശ്വിൻ വീണ്ടും ഡ്രൈവിംഗ് തുടരുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ ജാതകം കൊടുത്തിട്ട് അമ്മായിയുടെ കയ്യിൽ ശ്യാമ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയമായിരിക്കും കേട്ടോ ശ്രുതിയുടെ അച്ഛൻ കയറി വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇത് കണ്ട ഉടനെ ശ്യാമിനെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്യാമിന് കാര്യങ്ങൾ പിടികിട്ടി. അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പ്രീതി വരികയാണ്. അങ്ങനെ പ്രീതി വന്നിട്ട് അമ്മായി എങ്ങോട്ടായി പോകാൻ ഒരുങ്ങുന്നത്. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയോട് പറയാൻ, ഈ പെട്ടെന്ന് ഡ്രസ്സ് മാറി നമുക്ക് ഈ ജോയ്സിൻ്റെ അടുത്തോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിൻ്റെ അച്ഛൻ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ശ്യാമ് പറയാം, എനിക്ക് പെട്ടെന്നായി അർജൻറ്റായി ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആ ഡയറിയിൽ നിന്ന് പതുക്കെ ആ പേജ് ശ്യാമ് ചീന്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചീന്തിയെടുത്ത് തൻ്റെ പോക്കറ്റിലോട്ട് വെക്കാൻ നോക്കുന്ന സമയം തന്നെ അത് തറയിൽ അങ്ങ് വീഴുക കേട്ടോ. ഇതോടുകൂടി ശ്യാമിൻ്റെ അച്ഛൻ തുറിച്ച് തന്നെ ശ്രുതിയുടെ അച്ഛൻ തുറിച്ച് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. കള്ളനാണ് ഇവൻ എന്ന് ശ്രുതിയുടെ അച്ഛന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ നോട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്യാം അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതി വീണ്ടും അയ്യോ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിങ്ങനെ നിലവിളിക്കുമ്പോൾ അത് അശ്വിൻ്റെ ചെവിയിൽ അങ്ങ് കേൾക്കാൻ കേട്ടോ. പിന്നീട് അശ്വിൻ അയ്യോ ഇത് എവിടെ നിന്നാണ് ഒരു വിളി വരുന്നത്, എൻ്റെ കാറിനുള്ളിലാണല്ലോ എന്ന് കരുതിയിട്ട് അശ്വിൻ അവിടെ വണ്ടി അങ്ങ് നിർത്താൻ കേട്ടോ. അപ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശമായിരിക്കും. അവിടെ ആ വണ്ടി നിർത്തുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഗ്ലാസ്സുമേ അടിക്കുന്ന ആ സൗണ്ടും കേൾക്കണം.
അങ്ങനെ അശ്വിൻ ഇത് നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ബാക്കിലോട്ട് അങ്ങ് ഓടി ചെല്ലാണ് കേട്ടോ. ഈ സമയം അവിടെ കാണാം ശ്രുതി ഇങ്ങനെ കാറിൻ്റെ ഡിക്കിൽ കിടക്കുന്ന കേട്ടോ. ഡോറ് തുറന്ന അശ്വിൻ കാണുന്ന ശ്രുതിയെ ആയിരിക്കും. ശ്രുതിയെ കണ്ട വാട്ട് ദാ എന്ന് പറയുമ്പോഴത്തേന് ശ്രുതി പറയും വാട്ട് ദാ എന്നൊന്നും പറയണ്ട, ഞാൻ അബദ്ധത്തിൽ ഇതിൽ അകപ്പെട്ടതാണ്. അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ അത് കേൾക്കാൻ താല്പര്യമില്ല. അശ്വിൻ ഭയങ്കര ഗൗരവത്തോടു കൂടി ശ്രുതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശ്രുതി പറയണേ എന്നോട് ദേഷ്യപ്പെടില്ലേ, ഞാൻ പറയട്ടെ, എന്നോട് അഞ്ജലി മേഡം ഇതിൽ പൊക്കവടയും ലവണ്യ മേഡത്തിന് പൊക്കവടയും ചായ ഇതിൽ കൊടുന്നു വെക്കാൻ വേണ്ടി പറഞ്ഞു. അത് എടുക്കാൻ വേണ്ടി അത് കൊടുന്നു വെക്കാൻ ഞാൻ വന്നതാണ്. പക്ഷേ എങ്ങനെയോ എൻ്റെ ഷാള് ഇതിൽ അകപ്പെട്ടു, ഞാൻ ഈ ഡിക്കിനിൽ വീണു, പിന്നീട് എനിക്ക് ബോധം പോവുകയാണ് ചെയ്തത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന ഭാവത്തിൽ അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കാൻ ഒരുങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഡിക്ക് തുറന്നപ്പോൾ തന്നെ ശ്രുതി ഉള്ളിവടയും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പറയാണ് അയ്യോ ഞാനിതിൽ അകപ്പെട്ടു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ശ്രുതി ആ ഡിക്കിൽ നിന്ന് എണീക്കാൻ വീണ്ടും ശ്രമിക്കുമ്പോൾ തല വീണ്ടും ഡിക്കിൻ്റെ മുകളിൽ വെച്ച് തട്ടണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും വേദന കാണിക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് മിണ്ടാതിരിക്കുന്നുണ്ടോ, ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അങ്ങ് കാറിൽ നിന്നും ഇറക്കുകയാണ് കേട്ടോ. പിന്നീട് അശ്വിനോട് ശ്രുതി പറയണേ അതെ എനിക്കൊരു ടാക്സി വിളിച്ചെന്നാൽ ഞാൻ തിരികെ പോയിക്കോളാം, ഇതിൽ അറിയാതെ അകപ്പെട്ടതാണ്. എവിടെ ലാവണ്യ മേഡം, ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ വന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അശ്വിന് ലാവണ്യയെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് ആ ഡോറ് തുറന്നിട്ട് ഇത് എവിടെ ലാവണ്യ മേഡം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ലാവണ്യയെ കാണുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയാം ലാവണ്യ വന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം ശ്രുതി അയ്യോ ലാവണ്യ മേഡത്തിന് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ നിൻ്റെ പുരാണം കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത്, എനിക്കിപ്പോൾ തന്നെ നേരം വഴുകി, ഇവിടെ ടാക്സി ഒന്നും കിട്ടുന്നില്ല, മര്യാദക്കൊന്നും മിണ്ടാതെ വണ്ടിയുടെ മുന്നിലോട്ട് അങ്ങ് കയറുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും അയ്യോ എന്തിനാണ് ഞാൻ കയറുന്നത്, എന്നെ പിടിച്ച് വലിച്ചിടാനല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നതെന്ന് പറയുന്ന സമയത്താണ് അശ്വിനൊരു കാര്യം ഓർമ്മയിരുന്നു കേട്ടോ. പണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ശ്രുതിയെ വണ്ടിയിൽ അർദ്ധരാത്രിയിൽ നടുറോട്ടിൽ ഇറക്കി വിട്ട ആളാണ് ഞാൻ, അത് ആ അർത്ഥത്തിലാണ് ശ്രുതി എന്നോട് സംസാരിച്ചതെന്ന് അശ്വിൻ അപ്പോൾ മനസ്സിലാവണം കേട്ടോ. പിന്നീട് അശ്വിൻ ആകെ കുറ്റബോധമാവുകയാണ്. അങ്ങനെ അശ്വിൻ മയത്തോടു കൂടി ശ്രുതിയോട് പറയാണ് ഇനി വണ്ടിയിലോട്ട് കയറി എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശ്രുതി ആ വണ്ടിയിലോട്ട് കയറുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയാണ് എനിക്ക് മീറ്റിംഗ് അർജൻറ്റാണ്, ഇത്ര സമയമുള്ളൂ, അതിനുള്ളിൽ അങ്ങോട്ട് എത്തണം, അതുകൊണ്ട് ഇനി എൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്രുതിയെ അങ്ങ് കൊണ്ടുപോകണം കേട്ടോ. ഇനി നടക്കാൻ പോകുന്ന മുഹൂർത്തങ്ങൾ അടിപൊളിയാണ്. അശ്വിനും ശ്രുതിയും തമ്മിലും താലി മാലയിട്ട് കളിക്കലും അതുപോലെ തന്നെ ഒരു റൂമിൽ അകപ്പെടലും ശ്രുതി ഇരുട്ടിൽപ്പെട്ട് ശ്രുതിക്ക് പേടി വരലും വരഭർത്താവായി ജീവിക്കലും കാടിനുള്ളിൽ പോകലും ഒക്കെയുള്ള നല്ല കിടുക്കൻ എപ്പിസോഡുകളാണ് ഇനി 4-5 ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അശ്വിനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല പ്രണയമായി തുടങ്ങുകയാണ്. ശ്രുതിയില്ലാതെ കഴിയില്ല എന്നുള്ള ആ പ്രണയത്തിലോട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആവണം കേട്ടോ. അങ്ങനെ നല്ല സീനാണ്. ഇനി ശ്രുതിയുടെ ഡ്രസ്സ് മാറിപ്പോലും പിന്നീട് വേറൊരു ഡ്രസ്സ് ധരിക്കലും ഒക്കെ ഉണ്ടാവും. നല്ല കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.